ദുഷ്ടന്മാരെ മര്യാദയ്ക്ക് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടോ. ഇതെങ്ങാനും ബണ്ണി അറിഞ്ഞാലേ നിങ്ങൾ എല്ലാവരും അടിച്ച് പരത്തും. എടാ ചാവാലി ഡോഗെ, ആദ്യം നിങ്ങൾക്ക് കിട്ടിയ വാച്ച് എവിടെയാണെന്ന് പറ. അത് കിട്ടിയാൽ മാത്രമേ നിന്നെ ഞാൻ വിടത്തുള്ളൂ. വേഗം അവനോട് വരാൻ പറ ഇങ്ങോട്ടേക്ക്. എടാ എന്നെ നീ ഇവിടെ പിടിച്ചു വെച്ചിട്ട് അവനോട് വരാൻ പറയാനോ? അത് നിങ്ങൾ പേടിക്കണ്ട. എന്തായാലും ബണ്ണി എന്നെ അന്വേഷിച്ച് ഇവിടെ വരും. എന്നിട്ട് നിങ്ങളെല്ലാം അടിച്ച് പരത്തുകയും ചെയ്യും. ഞങ്ങളെ അടിച്ചു പരത്താനോ? ഞങ്ങൾ ഇത്ര പേരുണ്ട് അവിടെ. ഇവിടേക്ക് അവൻ നിന്നെ അന്വേഷിച്ചു വന്നാൽ അവൻ പിന്നെ പുറത്തു പോകത്തില്ല. അവന്റെ വാച്ചും അത് ഞങ്ങൾക്ക് വേണം. വേഗം പറഞ്ഞോ, ആ വാച്ച് എവിടെയുള്ളത്? അതിനു വേണ്ടി നിന്നെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. എടാ പൊട്ടന്മാർ, ആ വാച്ച് എവിടെയുള്ളതെന്ന് എന്നെ പിടിച്ചിട്ട് എന്തിനാ ചോദിക്കുന്നത്? അത് ബെന്നിയോട് നേരിട്ട് പോയി ചോദിച്ചാൽ പോരെ. എന്നാ നിങ്ങൾക്ക് ആ വാച്ച് കിട്ടത്തില്ലേ? എടാ അവനോട് വാച്ച് നേരിട്ട് ചോദിക്കാൻ പറ്റത്തില്ലെന്ന് നിനക്കറിയാം. അവന്റെ കയ്യിൽ ആ വാച്ചിലെടുത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബോസ്. എടാ പൊട്ടന്മാർ, എന്നെ ഇവിടെ പിടിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. ആ വാച്ച് ഷിൻജാന്റെ കയ്യിലുള്ളത്. വേഗം പോയി അവന്റെ അടുത്ത് വാങ്ങിക്കും. എടാ കുരുപ്പ് പയ്യ, മര്യാദക്ക് പറഞ്ഞോ ആ വാച്ച് എവിടെയുള്ളത്? നിന്റെ അടുത്തുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മര്യാദക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇപ്പൊ നിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യും. അയ്യോ സത്യമായിട്ട് എന്റെ കയ്യിൽ വാച്ചൊന്നുമില്ല. നിങ്ങൾ ശരിക്കും ഏലിയൻസ് ആണോ? എനിക്ക് പേടിയാവുന്നു. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? എന്നെ ഈ കൂട്ടിൽ എന്തിനാ അടിച്ചത്? എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്. എനിക്ക് വീട്ടിൽ പോണോ. അയ്യോ ബെന്നി എന്നെ രക്ഷിക്കാൻ വായോ. ഇവരെല്ലാം കൂടി എന്നെ ഇപ്പൊ വെടിവെച്ച് കൊല്ലുവേ. എടാ നിങ്ങൾ ശരിക്കും ഏലിയൻസ് ആണോ? എനിക്ക് കണ്ടിട്ട് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. അതേടാ, ഞങ്ങളൊക്കെ ഏലിയൻസാ. മര്യാദക്ക് വാച്ച് എവിടെയുള്ളതെന്ന് പറഞ്ഞോ, ഇല്ലെങ്കിൽ ഇപ്പൊ നിന്നെ ഞങ്ങൾ അന്യഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും. അതായത് വേറൊരു പ്ലാനറ്റിലേക്ക്. പിന്നെ നിനക്ക് ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. അത് വേണോ? വേണ്ടെങ്കിൽ മര്യാദക്ക് ആ വാച്ച് ഞങ്ങൾക്ക് തന്നോ, എന്നിട്ട് നീ രക്ഷപ്പെട്ടോ. അയ്യോ ആ വാച്ച് എന്റെ കയ്യിലില്ല, ബെന്നിയുടെ കയ്യിലുള്ളത്. ബെന്നിയോട് പോയി നിങ്ങൾ ചോദിക്കുക. എന്തിനാ എന്നോട് ചോദിക്കുന്നത്? അയ്യോ ഈ ബെന്നി എവിടെ പോയി കിടക്കുവാ? എന്താണ് ഇത്രയും നേരമായിട്ട് ഷിൻജാന്റെയും പോപ്പിയുടെ ഒച്ചയൊന്നും കേൾക്കുന്നില്ലല്ലോ? ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ട് ഇവർ ഒച്ചയാക്കിയിട്ട് എന്നെ ഇവിടുന്ന് എണീപ്പിക്കും. എന്നാൽ എവിടെ പോയി രണ്ടാളും? ഒരൊച്ചയും കേൾക്കുന്നില്ല. എടാ ഇവര് രണ്ടാളും എവിടെ പോയി? എടാ അവരെങ്ങനെ എന്റെ കയ്യിൽ നിന്ന് വാച്ച് അഴിച്ചുകൊണ്ട് പോയിട്ട് അവരെന്തെങ്കിലും കുതന്ത്രം കാണിച്ചോ? നോക്കട്ടെ. മതി ഇറങ്ങിയത്. ഇനി അധികം നേരം കിടക്കാൻ പറ്റത്തില്ല, കാരണം ഇവരുടെ സൗണ്ടും കേൾക്കുന്നില്ല. എണീക്കട ഫ്രാങ്ക്ലിനെ, മതി. എന്നിട്ട് വേഗം വാച്ച് നോക്ക്. ഓ വാച്ച് കയ്യിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ഇവന്മാരവിടെ പോയി? വാച്ച് എൻ്റെ കയ്യിലുണ്ട്, അവരിവിടെ ഇല്ല. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു? എടാ ഷിൻജാനെ, ഷിൻജാൻ വിളിയേക്കുന്നില്ലല്ലോ. എടാ എന്നാലപ്പോ പോപ്പി ഇവിടെ ഉണ്ടാവില്ലേ? പോപ്പി നീ ഇവിടെ തന്നെ ഇല്ലേ? എടാ പോപ്പി ഇല്ല. എടാ ഇവര് രണ്ടാളും ഇവിടെ പോയി? എൻ്റെ കയ്യിൽ ഈ വാച്ച് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഈ വാച്ച് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗാങ്സ് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് പവർ വന്ന റെസ്പോൺസിബിലിറ്റിയും കൂടും. എൻ്റെ പൊന്നെ, ഇവർ രണ്ടെങ്കിലും കാണുന്നില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു. എടാ ഷിൻജാനെ, നിങ്ങൾ കളിക്കുകയാണോ? നിങ്ങൾ എവിടെയുള്ളത്? ഇനി മുകളിലും കൂടി നോക്കാനുള്ളൂ. ഇവിടെയും കൂടി നോക്കട്ടെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. എടാ ഷിൻജാൻ സാധാരണ ഇവിടെ ഇരുന്ന് കാർട്ടൂൺ കാണാറുണ്ട്, അവൻ ഇവിടെയും ഇല്ല. ഇനി ഇവിടെ എങ്ങനെ വിളിച്ചിരിക്കുന്നുണ്ടോ? എടാ ഷിൻജാനെ, നീ എവിടെ പോയടാ? പേടിപ്പിക്കില്ല എന്നെ. എടാ ഷിൻജാനെ, പോപ്പി പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ പുറത്തേക്ക് പോവാ. മതി, എനിക്ക് പേടിയാവുന്നു. കാരണം ആദ്യത്തെ പോലെ അല്ല ഇപ്പൊ എനിക്ക് കുറച്ച് പവറൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. എടാ ഇനി ഒരു വഴിയേ ഉള്ളൂ. ഇവരെ ഇവിടെ എവിടെയും ഇല്ല. പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഷിൻജാനും പോപ്പിയും വരേണ്ട സമയം കഴിഞ്ഞു. ഈ വാച്ചിന്റെ കയ്യിൽ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. ആദ്യം ഒരു പ്രാവശ്യം പോപ്പിയെ തട്ടിക്കൊണ്ടുപോയി, അവനെ രക്ഷിച്ചു. ഇപ്പൊ രണ്ടാമത് രണ്ടാളെയും കാണുന്നില്ല. ഇനി ഒരേ ഒരു വഴിയുള്ളൂ, ഈ വാച്ച് ഇപ്പൊ യൂസ് ചെയ്യണം. കാരണം ഈ വാച്ചിൽ എല്ലാ പവർ ഹീറോസും ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും എനിക്ക് സെലക്ട് ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഷിൻജാനെ കണ്ടുപിടിക്കാനും പോപ്പിയെ കണ്ടുപിടിക്കാനും ഏറ്റവും നല്ലത് ഏത് സൂപ്പർ ഹീറോയാണ്? ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. വാച്ച് തുറക്കട്ടെ. ഓക്കെ, ഓപ്പൺ. എനിക്ക് തോന്നുന്നത് സ്പൈഡർമാൻ ഏറ്റവും നല്ലതെന്നാണ്. അതുകൊണ്ട് ഈ സ്പൈഡർമാൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനങ്ങനെ സ്പൈഡർമാൻ ആയിട്ടുണ്ട്. ഇനി ഈ സ്പൈഡർ സെൻസ് യൂസ് ചെയ്തിട്ട് ഷിൻജാനെയും പോപ്പിയെയും കണ്ടുപിടിക്കണം. ഓക്കെ, എനിക്ക് സ്പൈഡർ സെൻസിൽ ഒരു സ്ഥലം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് ഏകദേശം ഇവിടെയാണ്. ഈ ഷിൻജാനെയും പോപ്പിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ ഇല്ലെങ്കിൽ അവർ തന്നെ വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ സ്പൈഡർ സെൻസ് കാണിക്കുന്നിടത്തേക്ക് പോവാം. ഓക്കെ, ഏകദേശം കുറച്ചും കൂടി ദൂരമേ ഉള്ളൂ. ഓ സ്പൈഡർമാൻ ആയതുകൊണ്ട് ഇങ്ങനെ നടന്ന് കയറാനും പറ്റും ബിൽഡിങ്ങിന്റെ മണ്ടക്കൂടെ. യെസ്, ഏകദേശം അവിടെ കാണുന്നുണ്ട് എൻ്റെ സ്പൈഡർ സെൻസിലൂടെ. ഇവിടെ എവിടെയോ എന്തോ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഷിൻജാനോ പോപ്പി ആരെങ്കിലും ഉണ്ടാവണേ. എടാ ഇത് ഷിൻജാനും പോപ്പിയൊന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഒരാളെ കുറെ ഗ്യാങ് കൂടിയിട്ട് ആക്രമിക്കുകയാണല്ലോ ഇവിടെ. എന്തായാലും ഇവിടെ വന്നല്ലേ, ഇവരെ രക്ഷിക്കണം. അതിൻ്റെ ജോലിയായിപ്പോയി. ഞാനിപ്പോൾ സ്പൈഡർമാൻ അല്ലേ. എടാ വെടിവെക്കരുത്. എടാ ഇവർ ഇത്ര ആൾക്കാർ ഒരുമിച്ച് വെടിവെക്കുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും തോറ്റു കൊടുക്കത്തില്ലേ ഞാൻ. ഈ സ്പൈഡർമാൻ്റെ സ്യൂട്ട് ഇട്ടിട്ട് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, നീ അവിടെ കിടക്ക്. ഇനി ആരാ ഉള്ളത്? എങ്ങോട്ടേക്ക് വാടാ. എന്നാ പിടിച്ചോ. ഇനി രണ്ടാമത്തവൻ എന്നാ പിടിച്ചോ. ഇവനെ തൂക്കിയെറിയാം. ഓക്കെ, അവിടെ കിടക്ക്. ഇനിയൊന്ന് മുകളിലേക്ക് പോയിട്ട് ഒന്ന് താഴേക്ക് വരാം. ഇങ്ങനെ തന്നെയാണ് സ്പൈഡർമാനും ചെയ്യുന്നത്. ഇനി താഴോട്ട് പോയിട്ട് ഇവനെ ഒന്ന് ആഞ്ഞു ചവിട്ടണം. ഇവൻ കുറേ നേരം എന്നെ വെടിവെക്കുന്നത്. ഇന്നടാ പിടിച്ചോ. ഇന്നടാ നിന്നെ ഞാൻ തൂക്കിയെറിയും. പക്ഷേ അവൻ അതിൻ്റെ ഇടക്ക് വന്നിട്ട് അവനെ രക്ഷിച്ചു. ഓക്കെ, ബാക്ക് ഫ്ലിപ്പ് ചെയ്തിട്ടും ഫ്രണ്ട് ഫ്ലിപ്പ് ചെയ്തിട്ടും ഒക്കെ ഇവരെ അടിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും സ്പൈഡർ സെൻസ് എനിക്ക് വളരെ കറക്റ്റായി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല.
എല്ലാത്തിനും ഒരുപോലെ അടിക്കണം. ഓക്കെ, അങ്ങനെ എല്ലാത്തിനും അടിച്ച് പപ്പടാക്കിയിട്ടുണ്ട്. ഇനി ഇവനും കൂടിയുള്ളൂ. ഇവന് നമ്മുടെ ഡ്രോണിനെ കൊടുക്കാം, അവൻ നോക്കിക്കോളും. ഇനി ഇവിടെ അധികം നിന്നിട്ട് കാര്യമില്ല. ഇവിടെ അധികം നിന്നാൽ പോപ്പിയും ഷിൻചാനും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി സ്പൈഡർമാന്റെ സ്യൂട്ട് വേണ്ട, ഇനി വേറെ എന്തെങ്കിലും സൂപ്പർ ഹീറോ യൂസ് ചെയ്യാം. കാരണം സ്പൈഡർ സെൻസിൽ അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, വാച്ച് ഓപ്പൺ ചെയ്യട്ടെ. ഇനി ഇതില് ഓക്കെ, ഞാനൊരു കാര്യം സെലക്ട് ചെയ്യാം. എനിക്കിത് മതി, അതായത് ബാറ്റ്മാന്റെ സ്യൂട്ടിന് കുറച്ച് ഐക്യു കൂടുതലാണ്, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ബാറ്റ്മാനായി. ഇനി പോപ്പിയും ഷിൻചാനും ഒന്ന് ട്രാക്ക് ചെയ്യട്ടെ. എടാ, പോപ്പിയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ആ ഭാഗത്തായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് ഫ്ലൈ ചെയ്തിട്ട് പോവാം. ബാറ്റ്മാൻ ആയതുകൊണ്ട് ഫ്ലൈ ചെയ്യാനൊക്കെ പറ്റും, പക്ഷെ അധികം സ്പീഡിലൊന്നും ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു എയറിന്റെ ഫ്ലോയിൽ അങ്ങനെ പോകാൻ പറ്റും. ഓക്കെ, ഏകദേശം ഇവിടെ ആയിട്ടാണ് കാണിക്കുന്നത്. എടാ, ഇവിടെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയല്ലേ? ഇവിടെ ഇട്ടൊന്നും പോപ്പി ഒരിക്കലും ഒറ്റയ്ക്ക് വരത്തില്ല, കാരണം ആരെങ്കിലും തട്ടിക്കൊണ്ടുവന്നതായിരിക്കും. അതേടാ, അവനെ തട്ടിക്കൊണ്ടുവന്നതായത്. ഇവിടെ ഒരു ഗ്യാങ്സ് നിൽക്കുന്നുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് 100% അറിയാം, എൻ്റെ വാച്ചിന് വേണ്ടിയിട്ട്. പക്ഷേ അത് അവർക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും ഉള്ള വടയും ചായപ്പം തന്നെ കൊടുത്തേക്കാൻ പിടിച്ചോ. ഓ, ബാറ്റ്മാൻ ആയതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇവരെയൊക്കെ ത്രോ ചെയ്ത് ഇങ്ങനെ വീഴ്ത്താൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അധികം ഇവിടെ നിൽക്കണ്ട. ഇവിടെയാണ് ബാറ്റ്മാൻ്റെ ഐക്യു യൂസ് ചെയ്യേണ്ടത്. അവിടുന്ന് അറ്റാക്ക് ചെയ്ത് ഇനി ബാക്കിലോട്ട് വന്നിട്ട് ബാക്കിൽ നിന്ന് അവർ അറ്റാക്ക് ചെയ്യുക. ഇങ്ങോട്ടേക്ക് വാടാ, എന്നാ പിടിച്ചോ. ഓക്കെ, ഇവനൊക്കെ ബാറ്റ്മാൻ്റെ 2 പഞ്ചിനേ ഉള്ളൂ. എടാ, ഞാൻ കണ്ട് പോപ്പിനെ അവരുടെ കൂടിനകത്താക്കിയിട്ട് അവിടെ വെച്ചിരിക്കുക. ഓക്കെ, പതുക്കെ ബാക്കിലൂടെ പോയിട്ട് ഓക്കെ, ആദ്യം തന്നെ അവരുടെ ശ്രദ്ധ മാറ്റണം. അതിന് ഈ സ്മോക്ക് ഗ്രാനേഡ് എടുത്തിട്ട് ആ കാറിന് മുന്നേ വെച്ചിട്ട് വരിക. അപ്പോൾ അവരെല്ലാവരും അവിടത്തേക്ക് നോക്കുമ്പോൾ അവരെ ബാക്കിലൂടെ ഒന്നിട്ടിട്ട് അവരെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ബാറ്റ്മാന്റെ പ്രധാന ഐക്യു. ഇങ്ങോട്ടേക്ക് വാടാ. ആദ്യം പോപ്പിന്റെ കൂട് തകർക്കട്ടെ. പോപ്പി പുറത്തിറങ്ങടാ. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തരാടാ. നിങ്ങൾ എൻ്റെ പോപ്പി തട്ടിക്കൊണ്ടിരില്ല. ഇന്നടാ, പിടിച്ചോ. ഓക്കെ, അങ്ങനെ ഏകദേശം എല്ലാത്തിനും ഞാൻ തീർച്ചിട്ടുണ്ട്. ഇനി ഒരുത്തനും കൂടി ആ പുറത്തുണ്ട്. അവനെയും കൂടി കാലിയാക്കിയാൽ പിന്നെ പോപ്പി ഫ്രീ. ഓക്കെ, അങ്ങനെ അവന്റെ കാര്യം ഫിനിഷായി. ഇനി പോപ്പിനോട് ചോദിക്കട്ടെ. എടാ പോപ്പി, എടാ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് പണി ഉണ്ടാക്കാനാണോ? എടാ, ഷിൻചാനും നീ ഒപ്പരല്ലുണ്ടായി, അവനോടെ? പിന്നെ ഞാൻ ഷിൻചാനെ പുറത്തുനിന്ന് കളിക്കുമ്പോൾ ഒരു ഗ്യാങ് വന്നിട്ട് ഷിൻചാനെ തട്ടിക്കൊണ്ടുപോയി. ഞാൻ അവന്റെ ബാക്കിലെ ഓടിയതാണ് അവനെ രക്ഷിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ഗ്യാങ് വന്ന് തട്ടിക്കൊണ്ടുപോയി. എടാ, അപ്പൊ ഞാൻ പിന്നെയും ഷിൻചാനെ കണ്ടുപിടിക്കാൻ പോണല്ലേ? ഞാൻ വിചാരിച്ചു നിന്നെ കണ്ടുപിടിച്ച് അവനെയും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. എടാ, ഷിൻചാൻ ഏത് ഭാഗത്തേക്കാ കൊണ്ടുപോയെന്ന് അറിയോ നിനക്ക്? അത് പിന്നെ ഷിൻചാനെ അവര് കയറ്റിക്കൊണ്ടുപോയത് സിറ്റിയുടെ ഭാഗത്തേക്കാ. എനിക്ക് തോന്നുന്നത് അവർ സിറ്റിയിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, അവനെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം. ഞാൻ നിന്നെ വീട്ടിലാക്കി തരാം, എന്നിട്ട് അവനെയും കണ്ടുപിടിക്കണം. വേഗം വാ. ഓക്കെ, അങ്ങനെ പോപ്പിനെ വീട്ടിലാക്കി. ഇനി അയൺമാൻ ആവാം, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, എന്നാലേ പെട്ടെന്ന് ഷിൻചാനെ ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി എൻ്റെ റഡാറിൽ പെട്ടെന്ന് ഷിൻചാൻ എവിടെയാന്ന് കാണിക്കും. ഓക്കെ, ഞാൻ കണ്ടു കഴിഞ്ഞു. ഇവിടെ അടുത്ത് തന്നെ, പക്ഷേ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകണം. എടാ, ഞാൻ കണ്ടു, ഇത് ഷിൻചാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താടാ ഏലിയൻസിന്റെ രൂപത്തിൽ കുറെ ആൾക്കാർ നിൽക്കുന്നത്? ഓക്കെ, എന്നാൽ ഞാൻ വേഗം പോയിട്ട് ഇവരെല്ലാം അടിച്ച് പപ്പടക്കട്ടെ. ഇന്നടാ, പിടിച്ചോ. എടാ ഷിൻചാൻ, നീ അവിടെ തന്നെ നിന്നോ? എടാ, ഇവര് എന്നെയാണല്ലോ പപ്പടാക്കുന്നത്. എടാ, ഇനി ഒരു വഴിയുള്ളൂ. ഇവരിൽ ഒരാളെ പിടിച്ചിട്ട് എനിക്ക് ഷീൽഡ് ആക്കണം. ഇങ്ങോട്ടേക്ക് വാടാ നീ. എടാ ഷിൻചാൻ, നീ അവന്റെ ബാക്കിൽ നിന്നോ? എന്നാൽ നിനക്കും വെടികൊള്ളത്തില്ല. ഓക്കെ, ഇനി ഇവരെ സുഖത്തിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവരൊക്കെ ഏലിയൻസ്, നമ്മളിവരെ കൊണ്ടുപോകും വേറെ പ്ലാനറ്റിലേക്ക്. ഒന്നും മിണ്ടാതിരിക്കട്ടെ പൊട്ട ഷിൻചാൻ. ഇവർ ഏലിയൻസ് ഒന്നും അല്ല, ഇവരെല്ലാം നമ്മളെ പോലെ മനുഷ്യരാ. ഇവരൊക്കെ ഏലിയൻസിനെ പോലെ കോസ്റ്റ്യൂം ഇട്ടതാടാ പൊട്ട. അവർ ഒറിജിനൽ ഏലിയൻസ് ആണെങ്കിൽ നമ്മളെക്കാളും നല്ല ഗൺസ് ഒക്കെ അവരുടെ അടുത്ത് ഉണ്ടാവും. എടാ ഷിൻചാൻ, നീ ഇവിടെ നിൽക്കും, ഞാൻ ഇപ്പം വരാവേ. അവിടെ ഒരുത്തനുണ്ട്. എടാ, ഒളിച്ചു നിന്ന് വീഡിയോ ഒക്കെ നേരെ നിന്ന് വെക്കടാ. നിന്നെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ടേക്ക് വന്നേ. നീ തൽക്കാലം അവിടെ പോയി കിടക്ക്. അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഏലിയൻസ് എല്ലാവരും ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനി കുറച്ച് ആളുകളും കൂടി ബാക്കിയുണ്ട് ഇതുപോലെ. ഓക്കെടാ ഷിൻചാൻ, എല്ലാവരും കഴിഞ്ഞ ഏകദേശം വാ, നമുക്കിനി വീട്ടിൽ പോവാം. ഡ്യൂപ്ലിക്കേറ്റ് ഏലിയൻസിനെ കൊണ്ടുപോകുന്നത് അവനിവിടെ ഇട്ടേക്ക്. എടാ ഷിൻചാൻ, അത് പറ്റില്ല. ഇവൻ നമ്മളെ കൂടെ വേണം. അഥവാ ഇവർ ഷൂട്ട് ചെയ്ത് ഇവന് തന്നെ കൊള്ളട്ടെ. നിനക്കും വീഡിയോകളില്ല, അതിനു വേണ്ടിയിട്ടാണ് നിന്റെ ബാക്കിൽ അവനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം വീട്ടിലേക്ക് പോയത്. എടാ ഷിൻചാൻ, നീ എന്തെങ്കിലും തലകുത്തി നിൽക്കുന്നത്? ഞാൻ നിൽക്കുന്നതല്ല, ബെന്നി പിടിച്ചതിന്റെ കുഴപ്പാ. മതി, എനിക്ക് തലകറങ്ങുന്ന, എന്നെ വേഗം നിലത്തിറക്ക്. ഓക്കെ, അങ്ങനെ നമ്മുടെ മിഷൻ സക്സസ് ആയിട്ടുണ്ട്. എടാ ഷിൻചാൻ, ഇനി നീ കളിക്കാൻ പോലും പുറത്തിറങ്ങണ്ട. അകത്തുനിന്ന് കളിച്ചാൽ മതി. രണ്ടാളോ അകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. ഈ വാച്ച് നമ്മുടെ അടുത്ത് ഇല്ലടത്തോളം കാലം ഇവന്മാരൊക്കെ നമ്മുടെ ഇതുപോലെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ വേണം നല്ലപോലെ ശ്രദ്ധിക്കാൻ. എടാ, എനിക്ക് വാച്ചിൽ എന്തൊരു സിഗ്നൽ വരുന്നുണ്ടല്ലോ. ഓക്കെ, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, വേഗം ഫ്ലാഷ് ആവട്ടെ, എന്നിട്ട് ആ ഭാഗത്തേക്ക് പോകണം. എന്തോ പ്രശ്നമുണ്ട് അവിടെ. എടാ ഷിൻചാൻ, എന്നാ നീ വേഗം ഉള്ളിലേക്ക് പോയിക്കോ. പോപ്പി അവിടെയുണ്ട്. ഞാൻ
വേഗം പോയിട്ട് ആ പ്രശ്നം എന്താ നോക്കിയിട്ട് വരട്ടെ. എന്ത് ചെയ്യാനാ, സൂപ്പർ ഹീറോ ആയാൽ പിന്നെ ഇതുപോലെ എപ്പോഴും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എടാ ഈ ഡേഞ്ചർ സിഗ്നൽ വന്നത് മൈക്കിളിന്റെ വീടിന്റെ അടുത്ത് നിന്നാണല്ലോ. എടാ സത്യം പറഞ്ഞോ, നിനക്കും ഫ്രാങ്ക്ലിനും കിട്ടിയ ആ വാച്ച് എവിടെയുള്ളത്? അത് വാങ്ങാനാണ് ഞങ്ങൾ വന്നത്. അത് ഞങ്ങൾക്ക് വേണം. മര്യാദയ്ക്ക് അത് തന്നോ ഞങ്ങളെ കയ്യില്. എടാ വാച്ച്? ഏത് വാച്ച്? ആ വാച്ചൊന്നും എൻ്റെ അടുത്തില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? എടാ നിങ്ങളുടെ രൂപം കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നത്. നിങ്ങളൊന്ന് പോയേ ഇവിടുന്ന്, എന്നെ ആരെങ്കിലും രക്ഷിക്കേ. എടാ ജിമ്മിയല്ല പേടിച്ച് കരയുന്നത്. ഓക്കെ, ഇവർ ഈ സ്കെൽട്ടൻസ് ഇവരിവിടെയും വന്നോ? ഇവരെൻ്റെ വാച്ചിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, എല്ലാത്തിനെയും തവിട് പൊടിയാക്കണം. ഇവരൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് തീർക്കാവുന്നതേ ഉള്ളൂ, ഫ്ലാഷിൻ്റെ പവർ ഉണ്ടെങ്കിൽ. എടാ ജിമ്മി ഓടി രക്ഷപ്പെട്ടോ, ഇവിടെ നിൽക്കണ്ട, ഇല്ലെങ്കിൽ അവന്മാർ നിന്നെ ഷൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ എല്ലാത്തിനെയും പഞ്ഞിക്കിട്ടിട്ടുണ്ട്. ഇവിടെ ഒരുത്തരം കൂടി ഉണ്ടല്ലോ. എടാ മണ്ടൻ ജിമ്മി, നിന്നോട് ഞാൻ വീട്ടിനകത്തേക്ക് പോകാനാ പറഞ്ഞത്, അല്ലാതെ ഇവിടുന്ന് മതിലും ചാടി എവിടേക്കാണ് പോകുന്നത് ഇവൻ? എടാ ഞാനിപ്പോൾ സ്ലോ മോഷനിലാണുള്ളത്. ജിമ്മി ചാടുന്നത് കണ്ടോ? ഇവൻ ശരിക്കും വേണ്ടനെ വീടും ചാടി കിടന്ന് ഇവൻ എവിടത്തേക്ക് ഓടുന്നത്. ഓക്കെ, അവൻ എന്തെങ്കിലും ആകട്ടെ, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോട്ടെ. ഇപ്പോൾ വേറെ എവിടെയോ ഒരു ഡേഞ്ചർ സിഗ്നൽ കാണുന്നുണ്ടല്ലോ ഫ്ലാഷിൻ്റെ റഡാറിൽ. ഓക്കെ, ഇവിടെ എവിടെയോ ഉണ്ട് എന്തോ പ്രശ്നം. ഓക്കെ, അവിടെ എന്താടാ? ഓക്കെ, പോലീസ് ക്രിമിനലിനെ ഓടിക്കുന്നതാണോ? ഓക്കെ, ആ ക്രിമിനലിനെ എന്തായാലും പിടിച്ചെടുത്തേക്കെ പോലീസിന്. ഓക്കെ, ഞാൻ സ്ലോ മോഷനിൽ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരാണോ ക്രിമിനൽസ്? ഓക്കെ, ഇവർ തന്നെ ക്രിമിനൽസ്. എടാ ഇവരെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഇവർ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നതാണെന്ന്. കാണുന്നില്ല, ഓറഞ്ച് ഡ്രസ്സാണ് അവരുടെ അടുത്തുള്ളത്. ഇത് സാധാരണ ജയിലിലെ യൂണിഫോം അല്ലേ? അതെ അതെ. ഓക്കെ, ഞാൻ വണ്ടി തവിടോടിയാക്കിയിട്ടുണ്ട്. ഇനി അവർക്ക് ഓടാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഒരു മാസ്റ്റർ പഞ്ചും കൂടി കൊടുത്താൽ അവരങ്ങ് ദൂരം പോയി കിടക്കും. ഞാനങ്ങനെ സ്ലോ മോഷൻ മാറ്റിയിട്ടുണ്ട്, അതാ പോയി കിടക്കുന്നത്. അത്രയേ ഉള്ളൂ. ഏട്ടാ ഇവന്മാർക്കൊന്നും പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അവന്മാർക്കൊന്നും പറ്റിയിട്ടില്ല. എടാ ഇവരുടെ അടുത്തൊക്കെ ഗണ്ണുണ്ടല്ലോ, അപ്പോൾ സ്ലോ മോഷൻ വേഗം ആക്കണം, ഇല്ലെങ്കിൽ ഇവരൊക്കെ എന്നെ ഷൂട്ട് ചെയ്യും. ഗണ്ണ് വെച്ചതുകൊണ്ട് ഇവനെ ആദ്യം ഒരു സൂപ്പർ പഞ്ച് കൊടുക്കാം, അവിടെ കിടക്കട്ടെ അവൻ. അടുത്തത് ഇവൻ്റെ അടുത്ത് ഗണ്ണുണ്ടോ? ഓക്കെ, ഇവൻ്റെ അടുത്ത് ഗണ്ണുണ്ട്. ഈ കാർ അങ്ങോട്ടേക്ക് അടിച്ച് മാറ്റട്ടെ. ഇവനോട് നല്ലൊരു പഞ്ച് കൊടുക്കണം. ഇവർ രണ്ടാളടുത്തും ഗണ്ണുണ്ട്, അതുകൊണ്ട് ഇവർ ഡേഞ്ചറാണ്. അതുകൊണ്ട് ഇവർ വെറുതെ വിടാനും പറ്റത്തില്ല. ഓക്കെ, രണ്ടാളങ്ങ് ദൂരം തെറിച്ചിട്ടുണ്ട്. അവനവിടെ പോയി, മറ്റവനെ കാണുന്നില്ലല്ലോ. ഓ, അവൻ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിന്നെ ഷൂട്ട് ചെയ്യാണല്ലോ. ഇവന് നല്ലൊരു പഞ്ച് ഒന്നും കൂടി കൊടുക്കണം. എന്നാടാ പിടിച്ചോ, ലാസ്റ്റത്തെ പഞ്ച് ഒന്നും കൂടി കൊടുക്കണം. വേറൊരു കാറിനാണ് അടിച്ചത്. ഓക്കെ, ഇവിടുന്ന് നല്ല സ്പീഡിൽ ഒരു പഞ്ച് കൊടുക്കാം. എൻ്റെ ഈ പഞ്ചിൽ നിന്ന് സർവൈവ് ചെയ്യാൻ അവനൊരു ചാൻസും ഇല്ല, കാരണം അത്രയും വലിയ പഞ്ചാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, അവൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ഇനി അവൻ എണീക്കത്തില്ല. ഓക്കെ, എടാ ഇതൊക്കെ കഴിഞ്ഞിട്ട് റഡാറിൽ റെഡ് സിഗ്നൽ വരുന്നുണ്ടല്ലോ, അതായത് ഡേഞ്ചർ. വേറെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ നടക്കുന്നത്. അത് എവിടെയാണ്? ഓക്കെ, ഇവിടെ ഞാൻ തോന്നി. ഏട്ടാ ഇത് ഫ്ലാഷുകൾക്കല്ലടാ, ഇവനെന്തിനാ ഇപ്പോൾ ഇറങ്ങിയത്? എൻ്റെ പൊന്നെ, എല്ലാ മാരണങ്ങളും ഇപ്പോൾ ഒരുമിച്ചാണല്ലോ വരുന്നത്. ഇവനാണെങ്കിൽ 2 പവർ ഉണ്ട്, അതുകൊണ്ട് ഇവനെ അടിച്ച് തോൽപ്പിക്കൽ കുറച്ച് പ്രയാസമാണ്. എന്നാലും അടിച്ചേ പറ്റത്തുള്ളൂ. ഇവൻ ഇവിടെ മുഴുവൻ നശിപ്പിക്കുക. ഇവന് എന്നെപ്പോലെ തന്നെ സ്പീഡും ഉണ്ട്, അതുപോലെ നല്ല ഹൾക്കിൻ്റെ പഞ്ച് പവറും ഉണ്ട്. ഇവനെയൊക്കെ എങ്ങനെ അടിച്ച് തോൽപ്പിക്കാനാ? അത് അവൻ പോയി. എത്ര പെട്ടെന്ന് അവൻ ഫ്ലാഷിൻ്റെ സ്പീഡിൽ പോകുന്ന അറിയോ? എടാ ഇവനെ ഞാൻ അടിക്കുന്നതൊന്നും പറ്റുന്നില്ല തോന്നുന്നു. ഇതേ എണീറ്റിട്ട് പിന്നെയും പോകുന്നത്. ഈ സിറ്റിയിലുള്ളത് മുഴുവൻ അടിച്ച് നശിപ്പിക്കലാണ് ഇവൻ്റെ പ്ലാൻ. എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണേ. ഇവനെവിടെ പോടാ? എൻ്റെ പൊന്നെ, അവൻ്റെ സ്പീഡ് കണ്ടോ? ചില സമയത്ത് ഇവനെ അടിക്കുമ്പോഴത് അവനെ ഏൽക്കുന്നില്ല. എന്നാൽ ഇതൊരു പഞ്ച് നട പിടിച്ചോ. എടാ ഇവനെ എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നത് ഇവനോട് ഫ്ലാഷായിട്ട് വന്ന് മുട്ടാൻ പറ്റത്തില്ല. ഇവനെ പോലെ തന്നെ ഹൾക്കായി മാറണം. വേഗം പോയിട്ട് ഹൾക്കായി മാറട്ടെ. ഓക്കെ, ഇവിടെ നിൽക്കാം, എന്നിട്ട് ഇവിടുന്ന് വേഗം ഹൾക്കായി മാറാം. ഓക്കെ, ഹൾക്ക് ഇവിടെ. ഓക്കെ, ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ക്യാരക്ടേഴ്സായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഇതില്ലേ ഹൾക്ക്? ഓക്കെ, അത് പ്രസ് ചെയ്യട്ടെ. ഓക്കെ, അങ്ങനെ ഹൾക്കായി മാറിയിട്ടുണ്ട്. എടാ ഇവനെവിടെയാണ് പോകുന്നത്? ഇവൻ ആംബുലൻസ് എടുത്തൊക്കെ എറിയുന്നത് കണ്ടില്ലേ? എടാ ഇവൻ്റെ അത്രയും എനിക്ക് സ്പീഡില്ല, എന്നാലും സ്പീഡിൽ ഓടിയേ പറ്റത്തുള്ളൂ. ഇവൻ ഹൾക്ക് ഫ്ലാഷ്, ഞാൻ വെറും ഫ്ലാഷ്, എന്നാലും അവനാ പവർ കൂടുതൽ. എടാ ഇവനൊന്നും അടിക്കുന്നത് ഏൽക്കുന്നില്ലല്ലോ. 5 ചവിട്ട് ഓടിയിട്ട് 6ാമത്തെ ചവിട്ട് അവനെ ഏൽക്കുന്നത്. എടാ അവനെവിടെ പോയി? അവനെ കാണാനില്ല. ഒരു കാര്യം ചെയ്യും, ഇവിടുന്ന് ഫൈറ്റ് ഉണ്ടായാലും ഇവിടെ മുഴുവൻ നശിക്കും. അതുകൊണ്ട് ഞാൻ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോട്ടെ, അവിടേക്ക് അവൻ വന്നോളും. ഓക്കെ, അവൻ വരുന്നുണ്ട്. എവിടെ? അവൻ ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എത്തി. എടാ ഇവനെ ഇടിച്ചല്ലോ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ ബ്ലഡി ഫൂൾ. എന്നാ പിടിച്ചോടാ, പിടിച്ചോ. എടാ ഇവനെ എത്ര കിട്ടിയിട്ടും വീണ്ടും എണീറ്റ് വരികയാണല്ലോ. എന്നാടാ കാറും കൂടി പിടിച്ചോ. നിനക്കിട്ട് എത്ര കിട്ടിയിട്ട് എന്താടാ? നിനക്ക് ഒരു കുഴപ്പം കാണുന്നില്ലല്ലോ. ഇവനെ ഇടിച്ചിടിച്ച് ഞാൻ തളർന്ന്. എൻ്റെ പൊന്നെ, ഇവനെ എത്ര അടിച്ചിട്ട് ഇവനെ ഒരു കുഴപ്പമില്ല. എടാ അവിടേക്ക് എറിഞ്ഞിട്ട് ഇവനെ കാണുന്നില്ലല്ലോ. ഇവൻ എവിടുന്നാടാ ഇങ്ങനെ വന്നത്? ഓക്കെ, ഇവൻ ഫ്ലാഷുകൾക്കല്ലേ, അതാണ് ഇങ്ങനെ ഇവന് സ്പീഡിൽ വരാൻ പറ്റുന്നത്. എൻ്റെ പൊന്നോ, ഞാൻ മടുത്ത് ഇവനെ അടിച്ചടിച്ച്. എടാ ഒന്നും മതിയാക്കടാ. എൻ്റെ പൊന്നെ, ഇവനെ അടിക്കാൻ തുടങ്ങിയല്ലോ തിരിച്ച്. ഇനി ഒരേ വഴിയുള്ളൂ, ഇവനെ കാലേ വരി നിലത്തടിക്കണം. ഇവൻ എന്നെ അടിച്ച് കാലേ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇവൻ്റെ കാലേ വരട്ടെ ആദ്യം, എന്നിട്ട് ഇവനെ നിലത്തടിക്കണം. എടാ ഇവൻ എന്നെ അടിക്കാൻ വിടുന്നില്ല, അതിനു മുമ്പ് ഇവൻ എന്നെ അടിച്ച് താഴെ ഇടുന്നത്. ഒരു ചാൻസ് കിട്ടി ഇവൻ്റെ കാലെ പിടിക്കണം. ഓക്കെ, കിട്ടി. ഇനി ഇവനെ നിലത്തടിച്ച് ബോധം കെടുത്തണം. എന്നടാ പിടിച്ചോ നീ. ഓക്കെ, ഇവനെ ഏകദേശം തളർന്നിട്ടുണ്ട്. ഇനി ഇവൻ എന്നെ അടിക്കാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇനി ഇവനിങ്ങനെ പിടിച്ചൊരു ഏറും കൂടിയും കൊടുക്കാം. ഓക്കെ, അവൻ്റെ കാര്യം ഏകദേശം തീരുമാനമായെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്ന് അടുത്ത് പോയി നോക്കാം.
എടാ ഇവിടെയാണല്ലോ അവൻ വീണത്, ഇവനെ കാണുന്നില്ലല്ലോ. ഇതേടാ അവൻ ഓടി വരുന്നത്. എൻ്റെ പൊന്നെ ഇവൻ ഫ്ലാറ്റ് ആയില്ല. എന്നാടാ പിടിച്ചോ, ഇനി നീ ഒരിക്കലും എണീക്കരുത്. എന്നാ പിടിച്ചോടാ പിടിച്ചോ. എൻ്റെ പൊന്നെ അങ്ങനെ ഹൾക്ക് ഫ്ലാഷ് പോസ്റ്ററായി. ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. വേഗം പോയിട്ട് ഈ പവറൊക്കെ റിമൂവ് ചെയ്യണം. എന്നിട്ട് നോർമൽ ഫ്രാങ്ക്ലിനായിട്ട് മാറണം. എന്നിട്ട് വേഗം വീട്ടിലേക്ക് പോകണം. ഇവിടെ നിന്നാൽ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ കയ്യിലാണ് വാച്ചുള്ളതെന്ന്. ഓക്കെ, അങ്ങനെ നോർമലായിട്ടുണ്ട്. ഇനി വേഗം വീട്ടിലേക്ക് പോകണം. അങ്ങനെ കേസ് ഞാൻ വീട്ടിലെത്തി. ഇവന്മാര് പണിത് വെച്ച ഓരോ പണി. എടാ ഷിൻജാനെ പോപ്പി, നിങ്ങൾ ഒരിക്കലും ഇനി പുറത്തൊറ്റയ്ക്ക് കളിക്കാൻ പോരുത്. അതാ ഷിൻജാനോട് പറ, അവൻ പോയിട്ട് എന്നെയും കൂടിയും പിടിച്ചേ. ഓക്കെ, ഇനി ഞാൻ പുറത്തൊന്നും കളിക്കുന്നില്ല. എടാ പോപ്പി, ഇനി നമുക്ക് ഉള്ളിൽ നിന്ന് കളിക്കാം. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.